Hi everyone. Once again, welcome back to Educator Learning. നിങ്ങളുടെ സ്വന്തം RRP ആണ്. സോ നമ്മുടെ കോൺസെപ്റ്റ് ഹാക്ക് ഇൻ 10 മിനിറ്റ്സ് എന്ന് പറഞ്ഞ ഈ സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നിങ്ങളുടെ +1 മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഓർത്ത് വെക്കുക, ബോർഡ് എക്സാമിന് ആവശ്യമുണ്ട്. ബോർഡ് എക്സാമിന് മിക്കപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു കോൺസെപ്റ്റ്, എൻട്രൻസിനും ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി ഇതിൽ നിന്ന് വരാറ്. പക്ഷെ ഡിഫിക്കൽട്ട് ആക്കാനാണെങ്കിൽ വെക്ടർ ഫോം ഒക്കെ വരുത്തി ഇത് ഡിഫിക്കൽട്ട് ആക്കാൻ കഴിയും. പക്ഷെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. സോ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നമുക്ക് ആദ്യം കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വരാം. വാട്ട് ഈസ് ഡിസ്റ്റൻസ്? സിമ്പിളി ഇത്രയേ ഉള്ളൂ, ദ ടോട്ടൽ പാത്ത് ലെങ്ത് കവേർഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റ് വരെ ട്രാവൽ ചെയ്യും. അപ്പൊ അവൻ എത്ര ദൂരം കവർ ചെയ്തു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുവാണ്. ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു എ, ഞാൻ ഇവിടെ വേറൊരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു ബി. ക്ലിയർ? അപ്പൊ എനിക്ക് എയിൽ നിന്ന് ബിയിലോട്ട് ഇത് ഇങ്ങനെ ഒരു പാത്ത് കവർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ പാത്ത് എന്ന് പറയുന്നത് ഒരു 3 കിലോമീറ്റർ ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. എനിക്ക് എയിൽ നിന്ന് ബിയിലോട്ട് ഇത് ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊരു 10 കിലോമീറ്റർ ആയിട്ട് മാറി. ക്ലിയർ? അപ്പൊ ഞാൻ എയിൽ നിന്ന് ബിയിലോട്ട് നേരെ ട്രാവൽ ചെയ്ത ആ കാണുന്ന 3 കിലോമീറ്റർ അതിന്റെ ആക്ച്വൽ പാത്ത് ലെങ്ത് ആണ്, അതൊരു ഡിസ്റ്റൻസ് ആണ്. അതുപോലെ ഈ കാണുന്ന 10 കിലോമീറ്റർ അതെന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു കർവ്ഡ് പോലത്തെ ഒരു പാത്താണ്, ഒരു 6 ആക്ട് ഫോർമാറ്റിലാണ് ആ പാത്ത്. ആ പാത്തിന്റെ ലെങ്ത് നാച്ചുറലി കൂടുതലാണ്. അപ്പൊ അതിന്റെ ആക്ച്വൽ പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ 10 കിലോമീറ്റർ ആണ്. അങ്ങനെ ഒരു ബോഡി കവർ ചെയ്യുന്ന ആക്ച്വൽ പാത്ത് ലെങ്തിനെയാണ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ഓർത്ത് വെക്കുക, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, സ്കെലാർ ക്വാണ്ടിറ്റി, വെക്ടർ ക്വാണ്ടിറ്റി. അതിൽ സ്കെലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ആള്. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ആളാണ്. ഡിസ്റ്റൻസിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യം. ഇനി ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സ്കെലാറും വെക്ടറും ഒക്കെ നമ്മൾ അടുത്ത മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. എങ്കിലും 1-2 കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാം. ടൈം, ഞാൻ നിങ്ങളോട് ഇപ്പൊ സമയം ചോദിച്ചാൽ നിങ്ങൾ 10 മണി അല്ലെ 2 മണി എന്നേ പറയാറുള്ളൂ, അതിന് ഡയറക്ഷൻ പറയാറില്ല. ടെമ്പറേച്ചർ ചോദിച്ചാൽ 32 ഡിഗ്രി സെൽഷ്യസ് എന്നേ പറയാറുള്ളൂ, അത് നമ്മൾ പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ആണ്, അതിനൊന്നും ഡയറക്ഷൻ പറയാറില്ല. അപ്പൊ അങ്ങനെ ഡയറക്ഷൻ പറയാൻ പറ്റാത്ത മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റികളെയാണ് സ്കെലാർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. മറിച്ച് നമ്മൾ ഫോഴ്സ് പറയുമ്പോൾ, ഫോഴ്സ് നമുക്ക് ടുവേർഡ്സ് നോർത്ത് എന്ന് വേണേൽ പറയാം, ഫോഴ്സ് അപ്വേർഡ് എന്ന് പറയാം, വെലോസിറ്റി ഡയറക്ഷൻ പറയാൻ പറ്റും. അങ്ങനെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനോടെ പറയാൻ പറ്റുന്ന ക്വാണ്ടിറ്റികളാണ് വെക്ടർ ക്വാണ്ടിറ്റി. അപ്പം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് മാത്രം പറയുന്ന ഒരു ക്വാണ്ടിറ്റി ആണ്. സോ അതിനെ നമ്മൾ ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇതാണ് ഡിസ്റ്റൻസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ എഴുതി ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം ബാക്കി കാര്യങ്ങൾ. ഇനി ഡിസ്റ്റൻസിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. ഓൾവേസ് പോസിറ്റീവ് ഓർ സീറോ, നെവർ നെഗറ്റീവ്. നിങ്ങൾ മനസ്സിലാക്കുക, ഓൾവേസ് പോസിറ്റീവ്. ഒരാൾ മൂവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഓൾവേസ് പോസിറ്റീവ് ആണ്. ഓർ സീറോ, ഈ സീറോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇഫ് ഓബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. ഇപ്പൊ ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഞാൻ അനങ്ങിയിട്ടില്ല, ഞാൻ അനങ്ങിയിട്ടില്ലെങ്കിൽ എന്റെ പൊസിഷൻ മാറിയിട്ടില്ല, എന്റെ പൊസിഷൻ മാറിയിട്ടില്ലെങ്കിൽ എന്റെ ഡിസ്റ്റൻസ് 0 ആണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഫോർ എ മൂവിങ് ഒബ്ജക്റ്റ് ഓൾവേസ് പോസിറ്റീവ്. ഡിസ്റ്റൻസ് എപ്പോഴും ആഡ് ഓൺ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും, നെഗറ്റീവ് ഇല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇത് നമ്മുടെ വീടാണെന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ വീടാണ്, വീട്. ഇത് നമ്മുടെ സ്കൂളാണെന്ന് വിചാരിക്കുക. സ്കൂൾ എന്ന് മലയാളത്തിൽ എഴുതാൻ പാടായതുകൊണ്ട് എഴുതുന്നില്ല. അപ്പൊ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് ഞാൻ ഇങ്ങോട്ട് പോയി 5 കിലോമീറ്റർ, തിരിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നു 5 കിലോമീറ്റർ. അപ്പൊ ഞാൻ ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ 5 + 5 10. എപ്പോഴും അത് ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും, അങ്ങോട്ടും പോയി ഇങ്ങോട്ടും വന്നു, അത് കൂടിക്കൊണ്ടേയിരിക്കും. സോ ഓൾവേസ് പോസിറ്റീവ്. ഇത് ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത് ടേക്കൺ. ഏത് പാത്താണ് പോകുന്നത് ആ പാത്തിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അത് അവിടെ നിൽക്കട്ടെ, ഡിസ്പ്ലേസ്മെന്റിനെ പറ്റി നമ്മൾ പഠിക്കണം, അത് പറഞ്ഞതിന് ശേഷം പറയാം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. SI യൂണിറ്റ് മീറ്ററിലാണ് കാണിക്കുന്നത്, SI യൂണിറ്റ് മീറ്റർ ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി അതിന്റെ 1-2 ക്യാരക്ടറിസ്റ്റിക്സ് പെട്ടെന്ന് മനസ്സിലാക്കി വരാം. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം മക്കളെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ പോയിന്റ് എയിൽ നിന്ന് ഞാൻ ബിയിലോട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്തു. ക്ലിയർ? അപ്പൊ ഇതൊരു 3 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കുക, 3 കിലോമീറ്റർ ആണ്. അത് കഴിഞ്ഞ് ബിയിൽ നിന്ന് ഞാൻ ഇങ്ങനെയാണ് തിരിച്ച് എയിലേക്ക് വന്നത്, ഇതൊരു 7 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എപ്പോഴും ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. 3 + 7 10 ആയിരിക്കും. അതായത് നമ്മുടെ വണ്ടിയുടെ
ഈ കാറിന്റെ ഒക്കെ സ്പീഡോമീറ്ററിൽ കാണത്തില്ലേ, വണ്ടി ഓടിയ ടോട്ടൽ കിലോമീറ്റർ കാണിക്കുമല്ലോ. ആ ടോട്ടൽ ഓടുന്ന കിലോമീറ്റർ ആ വണ്ടി അതുവരെ ഓടിയ ഡിസ്റ്റൻസ് ആണ്. അത് എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കും, ഓൾവേസ് ഇൻക്രീസസ്, കൂടിക്കൊണ്ടേയിരിക്കും. അത് പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ? സീറോ ആവില്ല. സീറോ ആകും ആ വണ്ടി അനങ്ങാതെ അവിടെ ഇട്ടേക്കുകയാണെങ്കിൽ. ഷോറൂമിൽ കിടക്കുന്ന വണ്ടി അവിടെ തന്നെ കിടക്കുന്നു, അതിന്റെ സ്പീഡോമീറ്റർ അനങ്ങുന്നില്ല, സീറോയിൽ തന്നെ കിടക്കുന്നു. അതാണ് മനസ്സിലായത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചു വെക്കാൻ പറ്റും. ഇനി അടുത്ത ടേം ആണ് നമ്മൾ പഠിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഒരു സ്കെലാർ ആണ്, ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ആണ്. അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. വളരെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കാൻ, മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. എയിൽ നിന്ന് ഞാൻ ബിയിലോട്ട് നടക്കും. ക്ലിയർ? അതുപോലെ എനിക്ക് എയിൽ നിന്ന് ബിയിലോട്ട് ഇങ്ങനെയും വന്നു പോകാം, ഇങ്ങനെയും നടന്നു വരാം. അപ്പൊ ഈ കാണുന്ന ഡിസ്റ്റൻസ് ഒരു 3 കിലോമീറ്റർ ആണെന്ന് നമ്മൾ എക്സാമ്പിൾ എടുക്കുന്നു. ഈ കാണുന്നത് ഒരു 7 കിലോമീറ്റർ ആണെന്ന് ഞാൻ എടുക്കുന്നു. ക്ലിയർ? അതിൽ 3 കിലോമീറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ 3 കിലോമീറ്റർ എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് അതൊരു ഡിസ്റ്റൻസ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ എ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് പാത്ത്. Displacement is the shortest path between initial and final point. Initial പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിലുള്ള ആ ഷോർട്ടസ്റ്റ് പാത്തിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ക്ലിയർ? വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ആക്ച്വൽ പാത്തിൽ എന്താണ്? ഈ 3 കിലോമീറ്റർ ഒരു ഡിസ്റ്റൻസ് ആണ്, ഈ 7 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അവിടുന്ന് അടുത്തൊരു പോയിന്റ് പറയാൻ പറ്റും. ഇതാരാ ഡിസ്പ്ലേസ്മെന്റ്. ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് പാത്ത്. അപ്പൊ അവിടുന്ന് എപ്പോഴും ഓർത്ത് വെക്കുക, ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ശരിയാ? ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് വരയ്ക്കുന്ന ഷോർട്ടസ്റ്റ് ലൈൻ അതെന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊക്കെ നമുക്ക് പറയാം. ഇവിടെ ശ്രദ്ധിച്ചിരുന്നേ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുവാണ് എ. ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു ബി. അപ്പൊ ഇത് തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. മേ ബി ദിസ് ഈസ് 5 കിലോമീറ്റർ. അത് എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കും. ഇനി ഇത് നിങ്ങളുടെ വീടാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ വീടിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലോട്ട്, സ്കൂൾ എന്നൊക്കെ ഇത് സായാണ് കേട്ടോ, സ്കൂൾ അല്ലേ? കറക്റ്റ് അല്ലേ? ആ സ്കൂളിലോട്ട് പോകുന്നു വിചാരിക്കുക. അപ്പൊ വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് പോകുന്നു. നിങ്ങളുടെ വീട് നോർത്ത് സൈഡിലാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ വീട് നോർത്തിലാണ്. നിങ്ങളുടെ വീടിന്റെ സൗത്തിലാണ് സ്കൂൾ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് നേരെ പോയി എന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് പറയാൻ പറ്റും, ഞാൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഇതാണ്. ഞാൻ ട്രാവൽ ചെയ്ത ഈ ഡിസ്റ്റൻസിനെ എനിക്ക് എന്തെന്ന് വിളിക്കാം? ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കാം. കാരണം അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഷോർട്ടസ്റ്റ് പാത്ത് ആണ്. ഡയറക്ഷൻ പറയാൻ പറ്റും, നോർത്ത് ടു സൗത്ത്. കണ്ടോ? ഡയറക്ഷനും പറയാൻ പറ്റും. അപ്പൊ ഈ കാണുന്നത് ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ്. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. ഡിസ്റ്റൻസ് ഈസ് ദി ആക്ച്വൽ പാത്ത് ലെങ്ത്. ദിസ് ഈസ് ആൻ ആക്ച്വൽ പാത്ത് ലെങ്ത്. ദിസ് ഈസ് ഓൾസോ ആൻ ആക്ച്വൽ പാത്ത് ലെങ്ത്. ക്ലിയർ? മനസ്സിലായോ? അപ്പൊ അവിടുന്ന് ഒരു പോയിന്റ് കൂടെ പറയാം. all displacement can be distance. All distance cannot be displacement. എല്ലാ ഡിസ്പ്ലേസ്മെന്റുകൾക്കും ഡിസ്റ്റൻസ് ആവാം, പക്ഷെ എല്ലാ ഡിസ്റ്റൻസുകൾക്കും ഡിസ്പ്ലേസ്മെന്റ് ആവാൻ പറ്റത്തില്ല. കാരണം ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട്. ക്ലിയർ? വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തൊരു കാര്യം നമുക്ക് പഠിച്ച് മനസ്സിലാക്കി വരാം. അപ്പം അതിനെപ്പറ്റി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വെക്ടർ ആണ്, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇവിടെ പറയാം. ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. ഡിസ്പ്ലേസ്മെന്റിന് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സീറോ ആകാം. കാരണം എന്താ? അതൊരു വെക്ടർ ആണ്. വെക്ടർ എന്ന് പറയുമ്പോൾ അതിന് എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡിറക്ഷനും ഉണ്ട്. അതുകൊണ്ട് അത് പോസിറ്റീവോ നെഗറ്റീവോ സീറോ ഒക്കെ ആവാം. ഡിപ്പെൻഡ്സ് ഓൺ ദ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ, നോട്ട് ദ പാത്ത്. ഡിസ്പ്ലേസ്മെന്റ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, പക്ഷെ ഡിസ്റ്റൻസ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇവിടെ ആഡ് ഓൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നോക്കാം. അപ്പൊ നമുക്ക് അതൊന്ന് മനസ്സിലാക്കി വരെ എങ്ങനെയാണ് ഇവിടെ ശ്രദ്ധിച്ചിരുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു കാറും എടുത്തുകൊണ്ട് ഞാനൊരു കാറും എടുത്തുകൊണ്ട് ഒരു സർക്കുലാർ പാത്തി കറങ്ങി എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കുക, ഞാൻ എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ഇവിടുന്ന് കറങ്ങി തിരിച്ച് എയിൽ തന്നെ എത്തി എന്ന് വിചാരിക്കുക. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് എ ആണ്, എൻഡിങ് പോയിന്റ് എ ആണ്. നമ്മൾ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡെഫിനിഷൻ എന്താ പറഞ്ഞത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. ഇവിടെ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണ്, വിച്ച് മീൻസ് ദാറ്റ് ഡിസ്പ്ലേസ്മെന്റ് സീറോ. മനസ്സിലായോ? പക്ഷെ ഡിസ്റ്റൻസോ ഇതിന്റെ സർക്കംഫറൻസ് 2πr ആണ്. ക്ലിയർ? ഇനി നമുക്ക് വേറെ ലോജിക്കൽ ആലോചിച്ച് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചിരുന്നേ, ഇവിടെ നിങ്ങളുടെ
നിങ്ങളുടെ വീടാണ് എ എന്ന് പറഞ്ഞ പോയിന്റിൽ. നിങ്ങളുടെ വീട്ടിൽ നിന്നും വീടിന്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ബിയിൽ 5 കിലോമീറ്റർ. അപ്പൊ ഇപ്പൊ നിങ്ങൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 5 കിലോമീറ്റർ, ഡിസ്പ്ലേസ്മെന്റ് 5 കിലോമീറ്റർ. അപ്പൊ അടുത്തൊരു പോയിന്റ് നമ്മൾ പഠിക്കുകയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എയിൽ നിന്ന് ബി വരെയല്ലേ നിങ്ങൾ ഇപ്പൊ നടന്നത്? എയിൽ നിന്ന് ബിയിലോട്ട് പോയപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാ? 5 കിലോമീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 5 കിലോമീറ്റർ. രണ്ടും സെയിം ആണോ? സെയിം ആണ്. കാര്യം എന്താ? ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ്. അപ്പൊ അടുത്തൊരു പോയിന്റ്, ഫോർ എ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് സെയിം. ക്ലിയർ? ഇനി നിങ്ങൾ തിരിച്ച് ബിയിൽ നിന്ന് വീട്ടിലോട്ട് തിരിച്ചു നടന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഇത് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അല്ല. കാര്യം എന്താ? നിങ്ങൾ അങ്ങോട്ട് നടന്നിട്ട് തിരിച്ച് യു ടേൺ എടുത്തിട്ടുണ്ട്. ക്ലിയർ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? എയിൽ നിന്ന് ബിയിലോട്ട് പോയപ്പോൾ 5 കിലോമീറ്റർ നടന്നു, തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് വന്നപ്പോ വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് 5 കിലോമീറ്റർ നടക്കണം. അപ്പൊ ആ സമയത്തെ ഡിസ്റ്റൻസ് 10 കിലോമീറ്റർ. 5 + 5 10 കിലോമീറ്റർ ആണോ? പക്ഷെ ഡിസ്പ്ലേസ്മെന്റോ? 0. വൈ? നമ്മള് ഡിസ്പ്ലേസ്മെന്റ് എടുക്കുമ്പോൾ ഇറ്റ് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി. റൈറ്റിലോട്ടുള്ള ക്വാണ്ടിറ്റി പോസിറ്റീവ് ആയിട്ട് എടുത്താൽ ലെഫ്റ്റിലോട്ടുള്ള ക്വാണ്ടിറ്റി നെഗറ്റീവ് ആയിട്ട് എടുക്കും. ഡിസ്പ്ലേസ്മെന്റിന്റെ ആണ് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റിന്റെ സൈൻ കൺവെൻഷൻ ആണ് ഈ പറയുന്നത്. ക്ലിയർ? പക്ഷെ ഡിസ്റ്റൻസ് പ്ലസ് മൈനസോ ഒന്നുമില്ല. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി. സ്കെലാർ ആണ്, അത് വെക്ടർ അല്ല, മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷനും ഇല്ല. അങ്ങോട്ടും 5 ഇങ്ങോട്ടും 5 മൊത്തത്തിൽ 10. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് കേസ് വരുമ്പോൾ അങ്ങോട്ട് 5 ഇങ്ങോട്ട് -5 ആണ്. അപ്പൊ 5 + -5 = 0. ഇനി അഗെയിൻ നിങ്ങൾ എയിലെത്തി, നിങ്ങളുടെ വീട്ടിൽ നിന്നില്ല, വീട്ടിൽ കൊണ്ട് സാധനം വെച്ചിട്ട് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ അടുത്തോട്ട് അങ്ങ് പോയെന്ന് വിചാരിക്കുക. സോറി, നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് അങ്ങോട്ട് പോയി, ഇവിടുന്ന് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന്റെ വീട്ടിലെത്തി സി. അപ്പൊ അതൊരു 3 കിലോമീറ്റർ ആണെന്ന് വിചാരിച്ചു. നിങ്ങളുടെ വീട് എയിൽ നിന്ന് നിങ്ങളുടെ കൂട്ടുകാരന്റെ വീടായ സിയിലോട്ട് 3 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? ടോട്ടൽ ഡിസ്റ്റൻസ് 5 + 5 10 + 3 13 ആയിട്ട് മാറും. പക്ഷെ ഡിസ്പ്ലേസ്മെന്റോ? റൈറ്റിലോട്ട് നടന്ന 5 പോസിറ്റീവ് ആണ്, ലെഫ്റ്റിലോട്ട് നടന്ന 5 നെഗറ്റീവ് ആണ്. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ഔട്ട് ആയി. എഗെയിൻ നിങ്ങൾ നടക്കുന്ന 3 നെഗറ്റീവ് ആയി. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് -3 കിലോമീറ്റർ ആയിട്ട് മാറും. ടോട്ടൽ ഡിസ്റ്റൻസ് അല്ല, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. മനസ്സിലായോ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് -3 കിലോമീറ്റർ ആയിട്ട് മാറും. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന സൈൻ കൺവെൻഷൻ ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? നമുക്ക് വേറൊരു കാര്യം കൂടെ പഠിക്കാം. വേറൊരു കാര്യം കൂടെ പെട്ടെന്നൊന്ന് മനസ്സിലാക്കി വരാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കി വരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കി, ഇതൊരു ബിൽഡിംഗ്. ഇതൊരു ബിൽഡിംഗ്, വട്ടത്തിലെ ബിൽഡിംഗ് അല്ല, ഇതൊരു ബിൽഡിംഗ് ആണെന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, ഒരു ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിംഗ് ഇരിക്കുന്നത് ഈ ഗ്രൗണ്ടിലാണ്. ഈ ബിൽഡിംഗ് ഇരിക്കുന്നത്. ഓക്കെ, ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഞാൻ h ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ക്യാപിറ്റൽ H ആണ്. ഈ ബിൽഡിങ്ങിൽ ഒരാൾ ഇവിടെ നിപ്പുണ്ട്. ചുമ്മാ വിചാരിക്കുക, ഒരാൾ അവിടെ നിപ്പുണ്ട്. എന്നിട്ട് അയാളുടെ കയ്യിൽ ഞാനൊരു ബോൾ എടുത്തു കൊടുത്തു. ഇയാൾ നിന്ന പൊസിഷനെ ഞാൻ A എന്ന് വിളിക്കാൻ പോകും. അയാൾ നിന്ന പൊസിഷനെ A എന്ന് വിളിച്ചു. എന്നിട്ട് ഈ ബോൾ എടുത്ത് മുകളിലോട്ട് അയാളോട് എറിയാൻ പറഞ്ഞു. അപ്പൊ ഇത് ഇവിടെ ഒരു പോയിന്റിൽ എത്തി. ഞാൻ ആ പോയിന്റിനെ B എന്ന് വിളിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഈ ബോൾ ഇവിടെ എത്തിയിട്ട് ഇത് കറങ്ങി തിരിച്ച് A വഴി ഗ്രൗണ്ടിൽ പോയി വീണു. ഗ്രൗണ്ടിൽ വന്ന് വീണ പോയിന്റിനെ ഞാൻ C എന്ന് വിളിച്ചു. ജസ്റ്റ് ഇമാജിൻ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കടാ മക്കളെ, ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ക്യാപിറ്റൽ H ആണോ? ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ക്യാപിറ്റൽ H ആണ്. സപ്പോസ് ഇയാൾ എടുത്ത് എറിഞ്ഞ ഹൈറ്റ് ഒരു H ആണെന്ന് വിചാരിക്കുക, സ്മോൾ ലെറ്റർ H. അതായത് ഇയാൾ നിന്ന ഈ സർഫസിൽ നിന്നും ഈ B എന്ന് പറഞ്ഞ പോയിന്റ് വരെയുള്ള ഹൈറ്റ് സ്മോൾ ലെറ്റർ H ആണെന്ന് അസ്യൂം ചെയ്യുക. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇയാൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാ? സ്റ്റാർട്ടിംഗ് പോയിന്റ് A ആണ്. അയാൾ ആദ്യം ബോൾ എടുത്തെറിഞ്ഞത് B വരെയാണ്. അപ്പൊ അയാൾ എറിഞ്ഞ ഡിസ്റ്റൻസ് എത്രയാ? H ആണ്. അയാൾ എറിഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? അഗെയിൻ H തന്നെയാണ്. ക്ലിയർ? അപ്പൊ A to B നോക്കിയാൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം. വൈ? ബിക്കോസ് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. ക്ലിയർ? അത് കഴിഞ്ഞ് അയാൾ എയിൽ നിന്ന് B വരെ എത്തി, പിന്നെ തിരിച്ച് സിയിലോട്ട് എത്തിയെന്ന് ഇമാജിൻ ചെയ്യും. അപ്പൊ A to B പോയി B to C വരുമ്പോൾ, C അല്ല, B to A. ഇപ്പൊ A വരെ എത്തിയെന്ന് തന്നെ വിചാരിക്കും. എയിൽ നിന്ന് B പോയി തിരിച്ച് ബിയിൽ നിന്ന് എയിലാണ് എത്തിയെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുന്നത്? മുകളിലോട്ട് പോയ ഹൈറ്റ് നിങ്ങൾ പോസിറ്റീവ് എന്ന് എടുക്കുമ്പോൾ താഴോട്ടുള്ള ഹൈറ്റ് നിങ്ങൾ നെഗറ്റീവ് എന്ന് എടുക്കേണ്ടി വരും ഇൻ കേസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. പക്ഷെ ഡിസ്റ്റൻസിന്റെ കേസിൽ മുകളിലോട്ട് പോയാലും താഴോട്ട് പോയാലും എല്ലാം പോസിറ്റീവ് ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി. അപ്പൊ നമുക്ക് എന്ത് പറയാം? അപ്വേർഡ് പോയ ഹൈറ്റ് H പോസിറ്റീവ് ആണ്, ഡൗൺവേർഡ് വന്ന ഹൈറ്റ് H പോസിറ്റീവ് ആണ് ഫോർ ഡിസ്പ്ലേസ്മെന്റ്.
ക്ലിയർ അല്ല, ഫോർ ഡിസ്റ്റൻസ്. അപ്പൊ h പ്ലസ് h എത്ര ആയിട്ട് മാറും? 2h ആയിട്ട് മാറും ഡിസ്റ്റൻസിന്റെ കേസ്. മറിച്ച് ഇത് ഡിസ്പ്ലേസ്മെന്റിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്വേർഡ് പോകുന്ന ഹൈറ്റ് h പോസിറ്റീവും ഡൗൺവേർഡ് വരുന്ന ഹൈറ്റ് h നെഗറ്റീവ് ആയിട്ട് മാറി ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിട്ട് മാറും. അത് ശരിയാണ്. കാര്യം ഡിസ്പ്ലേസ്മെന്റ് എന്താ? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുന്ന ഞാൻ എന്റെ കയ്യിൽ നിന്ന് ബോൾ എടുത്ത് മുകളിലോട്ട് ഒരു എയർ എറിഞ്ഞു, അത് മോളിൽ പോയി തിരിച്ച് എന്റെ കയ്യിൽ തന്നെ വന്നു. അപ്പൊ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആയി. നേരത്തെ സർക്കുലർ മോഷൻ പറഞ്ഞു. ക്ലിയർ? ഇനി അടുത്ത കേസ് ആലോചിച്ച് നോക്ക്. ഈ ബോൾ ഇവിടെ നിറഞ്ഞ് മോളിലെത്തി, എ വഴി തിരിച്ച് ഗ്രൗണ്ടിലെത്തി. എന്താ സംഭവിക്കുന്നത്? ഗ്രൗണ്ടിൽ എത്തുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഒക്കെ എഴുതി നോക്കാം. ഡിസ്റ്റൻസ് ആദ്യം എഴുതാം. ഡിസ്റ്റൻസ് എത്ര വരും? മുകളിലോട്ട് h ഉണ്ട്, താഴോട്ട് h ഉണ്ട്, അപ്പൊ അത് 2h ആയി. പ്ലസ് അതിൻ്റെ കൂടെ ഒരു ക്യാപിറ്റൽ h കൂടെ കിട്ടും അല്ലേ? ഒരു ക്യാപിറ്റൽ h കൂടെ കിട്ടും താഴോട്ട്. പക്ഷെ താഴോട്ടുള്ള ക്യാപിറ്റൽ h ഡിസ്പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ മൈനസ് h ആയിട്ട് മാറും. സോ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യുമ്പോൾ മുകളിലോട്ടുള്ള h പോസിറ്റീവ്, താഴോട്ടുള്ള h നെഗറ്റീവ്, എഗെയിൻ നിങ്ങൾക്കൊരു മൈനസ് h കൂടി അതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യണം. സോ ഫൈനൽ വാല്യൂ ഈസ് മൈനസ് h ആയിട്ട് മാറും. കാര്യം ഈ പ്ലസ് h മൈനസ് h കട്ടായി പോകും. മുകളിലോട്ടുള്ള h പോസിറ്റീവ് ആണ്, താഴോട്ടുള്ള ഈ h നെഗറ്റീവ് ആണ് ഫോർ ഡിസ്പ്ലേസ്മെന്റ്. കാര്യം അപ്വേർഡ് ഉള്ള ക്വാണ്ടിറ്റി പോസിറ്റീവ് എടുക്കണം, ഡൗൺവേർഡ് ഉള്ള ക്വാണ്ടിറ്റി നെഗറ്റീവ് എടുക്കണം. എഗെയിൻ ഇത് ഡൗൺവേർഡ് ആണ്, അത് മൈനസ് h ആയിട്ട് എടുക്കണം. ക്ലിയർ? അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റിന്റെ സൈൻ കൺവെൻഷൻ പറയുമ്പോഴത്തേക്ക് ഡിസ്റ്റൻസിന് സൈൻ കൺവെൻഷൻ വേണ്ട, ബിക്കോസ് ഇറ്റ് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി. ഡിസ്പ്ലേസ്മെന്റിന് സൈൻ കൺവെൻഷൻ വേണം. എന്തൊക്കെ പറയാം സൈൻ കൺവെൻഷൻ? ടുവേർഡ്സ് റൈറ്റ് ആണെങ്കിൽ പോസിറ്റീവ്, അപ്വേർഡ് ആണെങ്കിൽ ക്വാണ്ടിറ്റി പോസിറ്റീവ് ആയിട്ട് മെഷർ ചെയ്യുന്നു. ടുവേർഡ്സ് ലെഫ്റ്റ് ആണെങ്കിൽ ക്വാണ്ടിറ്റി നെഗറ്റീവ്, ഡൗൺവേർഡ് ആണെങ്കിൽ ക്വാണ്ടിറ്റി നെഗറ്റീവ്. അപ്പൊ ഇത് കണക്ട് ചെയ്യാൻ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ക്വാഡ്രൻസ്. നിങ്ങൾ ഒറിജിൻ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് ഒറിജിൻ ആയിട്ട് എടുത്ത് ഒറിജിനിൽ നിന്ന് റൈറ്റിലോട്ടുള്ള വാല്യൂ പോസിറ്റീവ്, ഒറിജിനിൽ നിന്ന് അപ്വേർഡ് ഉള്ള വാല്യൂ പോസിറ്റീവ്, ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലോട്ടുള്ള വാല്യൂ നെഗറ്റീവ്, ഒറിജിനിൽ നിന്ന് ഡൗൺവേർഡ് ഉള്ള വാല്യൂ നെഗറ്റീവ്. അപ്പൊ ഈ നിൽക്കുന്ന പോയിന്റ് ഒറിജിനായിട്ട് കൺസിഡർ ചെയ്താൽ ഈ മനുഷ്യൻ നിന്ന ഈ സ്ഥലത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒറിജിൻ. നമ്മൾ കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി ഇയാൾ നിൽക്കുന്ന സ്ഥലത്തിനെ ഒറിജിൻ എന്ന് വിളിക്കുക. അപ്പൊ ഒറിജിനിൽ നിന്ന് മുകളിലോട്ടുള്ളത് പോസിറ്റീവ്, ഒറിജിനിൽ നിന്ന് താഴോട്ടുള്ളത് നെഗറ്റീവ്, ഒറിജിനിൽ നിന്ന് റൈറ്റിലോട്ടായാൽ പോസിറ്റീവ്, ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലോട്ടായാൽ നെഗറ്റീവ്. വളരെ സിമ്പിൾ. ഇനി സപ്പോസ് ഈ മനുഷ്യൻ ബോൾ എറിയുന്നത് ഗ്രൗണ്ടിൽ നിന്നാണ് എറിയുന്നതെങ്കിൽ ആ ഗ്രൗണ്ടിനെ ഒറിജിൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഗ്രൗണ്ടിൽ നിന്ന് മുകളിലോട്ടുള്ളതെല്ലാം പോസിറ്റീവ്, ഗ്രൗണ്ടിൽ നിന്ന് താഴോട്ടുള്ളതെല്ലാം നെഗറ്റീവ്. അതായത് മോഷൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റിനെ നമ്മൾ ഇനിയും തൊട്ട് ഒറിജിൻ ആയിട്ട് അങ്ങ് കൺസിഡർ ചെയ്യും. അതാണ് സൈൻ കൺവെൻഷന്റെ കോൺസെപ്റ്റ്. വളരെ സിമ്പിൾ ആയിട്ട് ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അടുത്തൊരു ടോപ്പിക്കും അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റുമായിട്ട് നമ്മൾ എത്തും. വേറൊന്നുമല്ല, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റും അതോടൊപ്പം തന്നെ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റോട് അസോസിയേറ്റ് ചെയ്യുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് പ്രോബ്ലം കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഫർദർ ഡീറ്റെയിൽസും വീഡിയോസും ആയിട്ടൊക്കെ ഇനിയും വരുന്നതായിരിക്കും. സോ മക്കളെ കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.